ഇവർ വിവാഹിതരായാൽ നമ്മുടെ ഭൂമിജയാണെങ്കിൽ തൻ്റെ വീട്ടിലേക്ക് വന്നെത്തുന്നൊരു കാഴ്ച കാണാനായിട്ട് സാധിക്കും. ഭൂമിജയുടെ അമ്മ ഭൂമിജയെ വളർത്താൻ കഴിയാതെ ഒരു ശല്യമായി കണക്കാക്കുകയും ഒടുവിൽ പുറത്തേക്ക് കഴുത്തിന് പിടിച്ച് തള്ളുകയുമാണല്ലോ ചെയ്തത്. അതിൻ്റെ തിരിച്ചടിയെല്ലാം അവർക്ക് കിട്ടുന്നുണ്ട്. ഭൂമിജയല്ലാതെ വേറൊരു കുട്ടി അവർക്ക് ജനിക്കുന്നില്ല എന്ന് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ അച്ഛൻ്റെ കയ്യിലാണ് ഇവളെവിടെയെങ്കിലും കൊണ്ട് കൊന്നു കളഞ്ഞേക്കാൻ പറഞ്ഞ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ അച്ഛന് കൊല്ലാൻ തോന്നാത്തത് കൊണ്ടാണ് ഭൂമിജ എന്ന പേരുവിട്ട് നല്ല രീതിയിൽ മകളെ വളർത്തിയത് എന്ന് കാണാം. സത്യം പറഞ്ഞാൽ ഭൂമിജയ്ക്ക് നമ്മുടെ അജയുടെ വീട്ടിൽ നല്ലൊരു സ്ഥാനമുണ്ട് എന്ന് കാണാനായിട്ട് കഴിയും. അത് വേറൊന്നുകൊണ്ടുമല്ല പറയുന്നത്. മുത്തശ്ശിയായാലും അവിടുത്തെ വീട്ടുകാരായാലും ഭൂമിജയെ നല്ല രീതിയിൽ തന്നെ സ്വീകരിക്കുന്നുണ്ട്. അതായത് അവരുടെ എല്ലാവരുടെയും മനസ്സിൽ ഭൂമിജ ഇടം പിടിച്ചിട്ടുണ്ട് എന്ന് സ്ഥാനം. ഇതേ സമയമാണെങ്കിൽ നമ്മുടെ ഭൂമിജയുടെ യഥാർത്ഥ അമ്മയാണെങ്കിൽ അജയോട് പറയുന്നുണ്ട്, നീ എൻ്റെ മകളെ എങ്ങനെയെങ്കിലും കണ്ടുപിടിച്ച് തരണം. ആ പൊടിക്കുഞ്ഞ് ജീവനോടെയുണ്ടോ എന്ന് നീ കണ്ടുപിടിക്കണമെന്ന് പറയുന്നത് കാണാനായിട്ട് കഴിയും. അവൾ ചിലപ്പോൾ ജീവനോടെ ഉണ്ടോ ഇല്ലയോ എന്നെങ്കിലും എനിക്കറിയണം എന്ന് പറയുന്നു. അത് കേട്ട അജയാണെങ്കിൽ, അപ്പച്ചി ഒരു കാരണവശാലും പേടിക്കണ്ട, അപ്പച്ചിയുടെ മകളെ പറ്റിയുള്ള വിവരമൊക്കെ എന്തായാലും ഞാൻ കണ്ടെത്തും എന്നിങ്ങനെ പറയുന്നു. സത്യം പറഞ്ഞാൽ ഭൂമിജ അവിടെ നിൽക്കുന്നുണ്ട്. അവർക്കാർക്കും അത് അറിയാത്തത് കൊണ്ട് തന്നെ, ഭൂമിജയ്ക്കും അത് അറിയാത്തത് കൊണ്ട് തന്നെ അവരാരും അങ്ങനെ ഭൂമിജയുമായിട്ട് അത്ര അടുപ്പമൊന്നും കാണിക്കുന്നില്ല, പ്രത്യേകിച്ച് അജയ്. ഇതിനിടയിൽ മുത്തശ്ശിയാണെങ്കിൽ ഭൂമിജയെ നല്ല രീതിയിൽ തന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് കാണാനായിട്ട് സാധിക്കും, കാണാനായിട്ട് കഴിയും. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണേ. തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കാനായിട്ടും. താങ്ക്സ് ഫോർ വാച്ചിങ്.